ഫരിസേർ യേശുവിനെ നശിപ്പിക്കാനായിട്ട് ആലോചിക്കുകയാണ്. കാരണം എന്താ? യേശുവിൻ്റെ സംസാരത്തിൽ നിന്നും അവരുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലെ കുറവുകളും തെറ്റുകളും ഒക്കെ മനസ്സിലായി തുടങ്ങി. പക്ഷെ അത് തിരുത്തുന്നതിന് പകരം അത് ചൂണ്ടിക്കാട്ടിയ ഈശോയെ നശിപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതായത് അവർക്ക് നന്മ വേണ്ട, തിരുത്തലുകൾ സ്വീകരിക്കുന്നില്ല. ഈശോ അവിടെ നിന്ന് പിൻവാങ്ങിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കാത്തിടത്ത്, സ്വീകരിക്കാത്തിടത്തൊക്കെ പിന്നെ നിന്നിട്ട് കാര്യമില്ല. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈശോയുടെയും ഫരിസേരുടെയും വൈബ് മാച്ചിങ് അല്ല. പിന്നെ ആരെയും പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കേണ്ട ആവശ്യവുമില്ല. മറ്റൊരാൾ പറഞ്ഞു തരുന്ന നന്മ സ്വീകരിക്കാതെ നമ്മുടെ തന്നെ തെറ്റുകളിൽ ജീവിതം നശിപ്പിക്കാതിരിക്കാം. സുവിശേഷത്തിൽ അനേകം പേർ അവനെ അനുഗമിച്ചു എന്ന് പറയുന്നത്. അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. ഈശോയെ ആവശ്യമുള്ളവർക്കൊക്കെ ജീവിതം കുറേ കൂടി മനോഹരമാകും. സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയില്ല. വേദനിക്കുന്നവരായിക്കോട്ടെ, തളർന്നവരായിക്കോട്ടെ, യേശു അവരെ തളർത്തില്ല, നിരുത്സാഹപ്പെടുത്തത്തുമില്ല. കാരണം കർത്താവിനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, ചേർത്ത് നിർത്താനും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.